ദമ്പതികളാണ് രവിയും ഭാര്യ തങ്കമ്മയും. ഇവരുടെ 2 മക്കളിൽ ഇളയവളാണ് രേഷ്മ. മൂത്ത മകൻ രാകേഷ്. രേഷ്മ 27 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. രേഷ്മയ്ക്ക് പണ്ടേ ഉള്ള ഒരു ആഗ്രഹമാണ് ഈ നാട്ടിൻപുറത്തു നിന്നും വലിയൊരു സിറ്റിയിലോട്ട് പോയി താമസിക്കണം, അടിച്ചു പൊളിച്ച് നടക്കണം, നല്ല ഫാഷൻ ഡ്രസ്സുകളൊക്കെ ഇട്ട് ഒരു പയ്യനെയൊക്കെ പ്രേമിച്ച് അവൻ്റെ ബൈക്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന് സിനിമയിൽ കാണും പോലെ യാത്ര ചെയ്യണം എന്നൊക്കെ. പക്ഷേ എന്ത് ചെയ്യാൻ, രവിയും തങ്കമ്മയും ഒന്നും അങ്ങനെ അഴിച്ചുവിടുന്ന അച്ഛനമ്മമാരല്ല. അതുപോലെ തന്നെയാണ് സഹോദരനായ രാകേഷും. ആഗ്രഹങ്ങൾ അടക്കി പിടിച്ചിരിക്കുമ്പോഴാണ് രേഷ്മയ്ക്ക് കൊച്ചിയിലോട്ട് ലാബ് അറ്റൻഡറായിട്ട് ജോലി കിട്ടുന്നത്. ശരിക്കും അവൾ ആഗ്രഹിച്ചത് ബാംഗ്ലൂർ, ഹൈദരാബാദ് പോലെയുള്ള വലിയ സിറ്റിയിൽ പോയി ജീവിക്കാനാണ്. ചെത്തി നടക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ അതൊക്കെ. പക്ഷേ ജോലി കിട്ടിയത് കൊച്ചിയിൽ. എന്തായാലും കുഴപ്പമില്ല, മെട്രോപൊളിറ്റൻ സിറ്റി ആണല്ലോ ഈ കൊച്ചിയും. എന്തായാലും രേഷ്മ കൊച്ചിയിലേക്ക് തൻ്റെ ഓരോ ആഗ്രഹങ്ങളും വർഷങ്ങളായി കണ്ട സ്വപ്നങ്ങളും ഒക്കെ നടത്താനായിട്ട് എത്തുകയാണ്. കൊച്ചിയിലെത്തിയ രേഷ്മ ഉടനെ തന്നെ ജോലിയിലും കയറി. സിറ്റി ലൈഫ് ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ് രേഷ്മയ്ക്ക് താൻ സ്വപ്നം കണ്ട പോലത്തെ ഒരു പയ്യനെ കാമുകനായി കിട്ടുന്നത്. പിന്നെ പറയണ്ടല്ലോ, അവനുമായിട്ട് ബൈക്കിലൊക്കെ സ്വപ്നം കണ്ട പോലെ അടിച്ച് കറങ്ങി നടക്കുകയാണ് അവൾ. എല്ലാ രീതിയിലും ഭാര്യ ഭർത്താക്കന്മാരും പോലെയുള്ള ജീവിതമാണ് ഇപ്പോൾ. ലിവിങ് ടുഗദർ എന്നൊക്കെ പറയാം. അങ്ങനെ അവിടെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇതൊന്നും പാവൻ രവിയും തങ്കമ്മയും രാകേഷും അറിയുന്നേയില്ല. രേഷ്മ ആദ്യമൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോയി അച്ഛനമ്മമാരെയൊക്കെ കാണും, ഇടയ്ക്കൊക്കെ ഫോൺ വിളിക്കും, പിന്നെ അവർക്കൊപ്പം 2 ദിവസം നിൽക്കും, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ കഥ മാറി. അവൾ നാട്ടിലോട്ടേ ചെല്ലാറില്ല, ഫോണും വിളിക്കാറില്ല, അതിന് മാത്രം ബിസിയാണിപ്പോൾ. എന്തായാലും കാമുകനുമായി ജീവിതം ആസ്വദിക്കുന്നതിനിടെ എപ്പോഴത്തെയും പോലെ ഇവർ ഒരു ഹോട്ടലിൽ റൂം എടുക്കുകയാണ്. പക്ഷേ കാമുകനായ ചെറുക്കന് പഴയതുപോലത്തെ ഒരു രേഷ്മയുമായിട്ടുള്ള സെക്ഷൽ ലൈഫൊന്നും പറ്റുന്നില്ല. ആകെ മൊത്തം പ്രശ്നമാണ് അവന് എന്താ പറ്റിയെന്ന് അവന് തന്നെ അറിയില്ല. ഈ പരസ്യത്തിലൊക്കെ പറയും പോലെ താങ്കൾ കിടപ്പറയിൽ പരാജിതനാണോ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ അവന്. രേഷ്മ വരെ അവനെ കളിയാക്കാൻ തുടങ്ങി. നീണ്ട മാസങ്ങൾക്ക് ശേഷം ഒടുവിലാണ് തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ത്, തനിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാസങ്ങളായിട്ട്, ഇതിന് കാരണം ആരാണ് എന്നൊക്കെയുള്ള ആ നഗ്ന സത്യം അവൻ തിരിച്ചറിയുന്നത്. അത് അവൻ ഒന്നുകൂടി ഉറപ്പിക്കാൻ ഒരു ഒളിക്യാമറ തന്നെയാണ് പിന്നെ ഉപയോഗിക്കുന്നത്. അതിലൂടെ അവൻ കണ്ട ആ കാഴ്ച അവൻ്റെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. എന്തായിരിക്കും ആ പയ്യന് സംഭവിച്ചുകൊണ്ടിരുന്നത് ക്യാമറ വഴി അവൻ കണ്ടത്? നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. രേഷ്മയ്ക്ക് പണ്ട് സ്ഥലപ്പേര് പറയാൻ വലിയ നാണക്കേടായിരുന്നു. ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാലും ചിലർ അവിടെ എവിടെ എന്നൊക്കെ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കും. അത് വേലിമിച്ചിറ എന്ന് പറയാൻ തന്നെ അവൾക്ക് ബുദ്ധിമുട്ടാണ്. വേലിമിച്ചിറ എന്നൊക്കെ എങ്ങനെ 10 പേരെടുത്ത് പറയും, കളിയാക്കില്ലേ? അങ്ങനെയൊക്കെയാണ് രേഷ്മ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ഈ രേഷ്മ. ഇപ്പോൾ കൊച്ചിയിൽ എത്തിപ്പെടുകയും ചെയ്തു. ആര് ചോദിച്ചാലും ഇപ്പോൾ കൊച്ചിക്കാരി എന്ന് പറയാൻ രേഷ്മയ്ക്കൊരു ഗമയൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ച് രാത്രി വരെ കൊച്ചിയിലൊക്കെ കറങ്ങി നടന്ന് രേഷ്മ തൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ സാധിക്കുകയാണ്. പക്ഷേ വലിയൊരാഗ്രഹം മാത്രം നടന്നില്ല. ബൈക്കിലൊരു കാമുകനെയൊക്കെ കെട്ടിപ്പിടിച്ചിരുന്ന് യാത്ര ചെയ്യുന്നത് മാത്രം ഒത്തുവന്നില്ല. അപ്പോഴാണ് രേഷ്മയ്ക്ക് തോന്നുന്നത്, തൻ്റെ ഈ നാട്ടിൻപുറത്തെ കോലമൊക്കെ ഒന്ന് മാറ്റിയാലേ തനിക്ക് 10 കാമുകന്മാരൊക്കെ വരികയുള്ളൂ എന്ന്. അങ്ങനെ രേഷ്മ തൻ്റെ ലുക്കാകെ മൊത്തം മാറ്റി. ടൈറ്റ് ജീൻസും ടോപ്പും ഒക്കെ ധരിച്ച് മുടിയൊക്കെ വെട്ടി കളറടിച്ച് രേഷ്മ പുതിയ ലുക്കിലുള്ള തൻ്റെ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിൽ വാരി വലിച്ചിടുകയാണ്. അപ്പോഴാണ് ഫേസ്ബുക്ക് വഴി ഈ ഫോട്ടോയൊക്കെ കണ്ടിട്ട് ബാലുശ്ശേരി സ്വദേശിയായ നൗഷിദ് എന്ന 31കാരൻ രേഷ്മയെ പരിചയപ്പെടുന്നത്. നൗഷിദ് ഒരു വലിയ ഹോട്ടലിലെ കെയർടേക്കറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. രേഷ്മയും നൗഷിദും തമ്മിൽ ഒരു പ്രണയം അവിടെ സ്റ്റാർട്ട് ചെയ്തു. കട്ട പ്രണയമെന്ന് തന്നെ പറയാം. രേഷ്മ എന്തു പറഞ്ഞാലും പയ്യൻ അപ്പോൾ തന്നെ സാധിച്ചു കൊടുക്കും. അത്രയ്ക്ക് ജീവനാണ് അവളെന്ന് വെച്ച അവന്. ഈ നൗഷിദിനെ പറ്റി പറയുകയാണെങ്കിൽ നൗഷിദ് പല സ്ഥലങ്ങളിലും പല ജോലിയും ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനാണ്. ഇപ്പോൾ ഇവൻ കൊച്ചിയിലെ ഒരു ഹോട്ടലിലെ കെയർടേക്കറാണ്. പല പെണ്ണുങ്ങളെയും വളച്ചെടുത്ത് കുപ്പിയിലാക്കി ഉപയോഗിച്ച ശേഷം എടുത്ത് ദൂരെ എറിയുന്നതാണ് നൗഷിദിൻ്റെ ഹോബി. ഇത്തവണ അവൻ്റെ ചൂണ്ടയിൽ കൊത്തിയത് വേലിമിച്ചിറയിലെ പാവൻ രവിയുടെ മകള് കൊച്ചിക്കാരി രേഷ്മയാണ്.
ജോലി ചെയ്യുന്ന ഈ ഹോട്ടലിലാണ് നൗഷിദ് ഇവളെയും കൂട്ടി റൂം എടുക്കുന്നത്. രേഷ്മ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ ഈ നൗഷിദുമായിട്ട് ഈ ഹോട്ടൽ റൂമിൽ തന്നെയാണ് കഴിയുന്നത്. അതിനുശേഷമാണ് തിരിച്ചു പോകുന്നത്. വീട്ടിലാണെങ്കിൽ മകളെ അങ്ങോട്ടൊന്നും കാണാതായതോടെ, അവരുടെ ഒരു ഫോൺ വിളി പോലും ഇല്ലാതായതോടെ രവിയും തങ്കമ്മയൊക്കെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. എങ്ങാനും അങ്ങോട്ടൊന്ന് വിളിച്ചു പോയാൽ രേഷ്മ ഫോൺ എടുക്കുകയില്ല. അഥവാ എടുത്താലോ പിന്നെ അങ്ങോട്ട് ദേഷ്യത്തോടെ പറയുന്നത് ഇങ്ങനെയാണ്: ജോലി തിരക്ക് കാരണം ഞാൻ ഉറങ്ങിയിട്ട് തന്നെ എത്ര ദിവസങ്ങളായെന്ന് നിങ്ങൾക്കറിയാമോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം, ഇങ്ങോട്ട് വിളിച്ച് ശല്യപ്പെടുത്തണ്ട എന്നും പറഞ്ഞ് അവൾ ഫോണും കട്ട് ചെയ്ത് പോകും. ഇതെല്ലാം വിശ്വസിച്ച്, അതായത് മകൾക്ക് തിരക്ക് കൂടുതൽ കൊണ്ടുള്ള ദേഷ്യമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൾ വരാത്തതും വിളിക്കാത്തതും എന്നൊക്കെ വിശ്വസിച്ച് ആ പാവത്തുങ്ങൾ മകളെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി മിണ്ടാതിരുന്നു. മോളിവിടെ പൊറുതിയായത് അവരറിയുന്നില്ല. ഇതിനിടയ്ക്ക് രേഷ്മ നൗഷിദിനോട് പറയുകയാണ്: നമുക്ക് ഈ ഹോട്ടലിൽ ഇങ്ങനെ റൂം എടുത്ത് കഴിയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിനി ഒരുമിച്ച് അങ്ങ് താമസിക്കാം. ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ എടുത്താൽ നമുക്ക് ഒരുമിച്ച് അവിടെ അങ്ങ് കഴിയാം. നൗഷിദ് പറഞ്ഞു: അതൊന്നും ഇപ്പോൾ വേണ്ട, ഇതിപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഹോട്ടലല്ലേ, ഇവിടെ ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ രേഷ്മയുണ്ടോ വിടാൻ, ഒരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ് നൗഷിദിനെ ഇങ്ങനെ തൊന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ഓരോന്നും പറഞ്ഞ് ഊരിക്കൊണ്ടുവരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നൗഷിദിന് എന്തൊക്കെയോ ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരികയാണ്. ആ സമയത്തൊക്കെ ഈ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ രേഷ്മയാണ് കഴിക്കാൻ മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതും ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നതൊക്കെ. എന്തൊക്കെ അസുഖമൊക്കെ പെട്ടെന്ന് മാറി നൗഷാദ് ഓക്കെ ആയി. ഇപ്പോൾ വീണ്ടും നൗഷാദ് ഈ ഹോട്ടലിൽ ഈ രേഷ്മയെ വിളിക്കുകയാണ്. വയ്യാതിരുന്നത് കൊണ്ട് നീണ്ട ദിവസങ്ങൾക്ക് ശേഷമാണ് കാമുകൻ്റെ വിളി വരുന്നത്. അവൾ വളരെ ഹാപ്പി ആയിട്ട് പോയി. പക്ഷേ രേഷ്മയുടെ എല്ലാ സന്തോഷവും പൊലിഞ്ഞു പോയൊരു ദിവസമായിരുന്നു അത്. നൗഷിദുമായിട്ട് എൻജോയ് ചെയ്യാൻ പോയപ്പോഴാണ് അയാൾക്കതിന് പറ്റുന്നില്ല. അയാൾക്ക് ആകെ ഒരു തളർച്ചയും പരവശവും ക്ഷീണവും ഒക്കെയാണ്. ഒന്നിനും വയ്യാത്തൊരവസ്ഥ. നൗഷിദ് രേഷ്മയെ മടക്കി അയക്കുകയാണ്. ഇന്ന് ശരിയാവില്ല, പോയിട്ട് നാളെ വാന്ന് പറഞ്ഞിട്ട്. പിറ്റേ ദിവസം വീണ്ടും ഇവളെ വിളിച്ചു വരുത്തി. അന്നും ഇത് തന്നെയാണ് സ്ഥിതി. രേഷ്മയ്ക്ക് കാരണമൊന്നും പിടികിട്ടുന്നില്ല. അവൾ നാട്ടിൻപുറത്ത് ജീവിച്ച് നല്ല ഭക്തിയോടെയൊക്കെയാണല്ലോ മുമ്പ് വളർന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു അംശം ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ആ ഭക്തി. അതുകൊണ്ട് തന്നെ തൻ്റെ കാമുകന് എന്തോ ഒരു സമയം മോശം വന്ന് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നതെന്ന് കരുതി അടുത്തുള്ള ഒരു അമ്പലത്തിലൊക്കെ പോയിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ കൊണ്ട് ഈ നൗഷിദിന് കൊണ്ട് കൊടുക്കുകയാണ്. മാനസികവും ശാരീരികവും ഒക്കെ ആയിട്ട് തളർന്നിരിക്കുന്ന നൗഷിദിന് ഈ പ്രസാദം കൊണ്ട് കൊടുത്തപ്പോൾ അയാൾക്കിതിലൊന്നും വിശ്വാസം വരുന്നില്ല. കാരണം അയാൾ ഹിന്ദു അല്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും അയാൾ വിശ്വസിക്കുന്നുമില്ല. എന്നാൽ രേഷ്മ നിർബന്ധിച്ച് ഈ ഭസ്മമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ദൈവം ഒന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നൗഷിദും എന്തോ ആവട്ടെ എന്നങ്ങ് കരുതി. 3-4 ദിവസങ്ങൾക്ക് ശേഷം നൗഷിദ് വീണ്ടും ആരോഗ്യമൊക്കെ തിരിച്ചു പിടിച്ച് കാമുകിയെ ക്ഷണിച്ചു. അന്നും ഇത് തന്നെയാണ് അവസ്ഥ. ഒടുവിൽ ഈ രേഷ്മയ്ക്ക് ആകെ കലി വരികയാണ്. അവനെ ഇങ്ങനെ കളിയാക്കി സംസാരിച്ചു. ഇത് നൗഷിദിന് ഭയങ്കര മാനക്കേടായി. എന്നിട്ട് രേഷ്മ ആ ദിവസം ആ റൂമിൽ തന്നെ, ഈ കളിയാക്കിയ ദിവസം തന്നെ നൗഷിദിൻ്റെ കൂടെ ആ റൂമിൽ തന്നെ കഴിയുകയും ചെയ്തു. പിറ്റേന്ന് രേഷ്മ ജോലിക്ക് പോവുകയാണ്. ഉറക്കമൊക്കെ എഴുന്നേറ്റ് നൗഷിദ് കാണുന്നത് തൻ്റെ വായിൽ നിന്നും ചോര വരികയാണ്. നൗഷിദ് ആകെ പേടിച്ചുപോയി. കാരണം ചോര വരുന്നത് കണ്ടാൽ ആരായാലും പേടിക്കും, അതും വായിൽ നിന്നും. ഇതെങ്ങനെ സംഭവിച്ചു? ഇത്രയും പെണ്ണുങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ട് നടന്ന തനിക്ക് ഇതൊക്കെ ഇപ്പം എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പിടിയുമില്ല. നൗഷിദിൻ്റെ ഈ അവസ്ഥയിൽ രേഷ്മ ഇടയ്ക്കിടയ്ക്ക് അയാൾക്കൊപ്പം ഈ ഹോട്ടൽ റൂമിൽ തങ്ങുകയാണ്. ഇവിടെ ഒരു കാര്യം സംഭവിക്കുന്നത്, രേഷ്മയ്ക്കൊപ്പം കിടന്നുറങ്ങിയ ശേഷം രാവിലെയാണ് നൗഷിദ് ഈ വാ നിറച്ചും ചോര കാണുന്നത്. ഇവർക്കിടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ മുതൽ സംഭവിക്കുകയാണ്. അയാൾ ചോര തുപ്പുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ രേഷ്മയുടെ കളിയാക്കൽ. അവൾ ഒരു ദിവസം ശേഷിയില്ലാത്തവനെ എന്ന് വരെ ഇവൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു. ആണായി പറഞ്ഞ ഒരുത്തനും കേട്ടാൽ സഹിക്കാത്ത ഒരു ഡയലോഗ്. മാത്രമല്ല, ആ ഹോട്ടലിന് പുറത്തിറങ്ങുമ്പോൾ തന്നെ അവിടുത്തെ മറ്റ് സ്റ്റാഫുകളും ഒക്കെ കളിയാക്കുന്ന രീതിയിൽ നോക്കും പോലെയൊക്കെ നൗഷിദിന് തോന്നി. അർത്ഥം വെച്ചുള്ള വർത്താനവും നോട്ടവും ഒക്കെ തനിക്ക് നേരെ വരുന്നത് പോലെ ഇയാൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുകയാണ്. ഇനി തൻ്റെ ഈ ബലഹീനത, തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇവളെങ്ങാനും ഇവരോടൊക്കെ പറഞ്ഞു കാണുമെന്ന് നൗഷിദിന് സംശയം തോന്നി.
ആകെ നാണക്കേടായി. ഇനി എങ്ങനെ പുറത്തിറങ്ങും? ഇങ്ങനെയൊക്കെ ആലോചിച്ചപ്പോഴാണ് നൗഷിദ് രേഷ്മ തൻ്റെ അടുത്ത് വന്നു പോകുമ്പോഴുള്ള ഈ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെന്ന് കണ്ടുപിടിക്കണമെന്ന് തീരുമാനിക്കുന്നത്. കാരണം ഇതിലൊരു സംശയം അയാൾക്ക് വന്നുപോയി. ഇവള് വന്നു പോകുമ്പോഴാണ് ഈ വായിൽ നിന്നും ചോര വരുന്നതൊക്കെ. അയാൾ ഒരു ദിവസം മൊബൈൽ ക്യാമറ ഓണാക്കി മുറിയിൽ ഒളിപ്പിച്ചു വെച്ചു. കാരണം ഇത് കണ്ടുപിടിക്കണമല്ലോ. എന്നിട്ട് രേഷ്മയെ വിളിക്കുകയാണ്. അവൾ പ്രതീക്ഷയോടെ ആ മുറിയിലെത്തി. രേഷ്മ വന്നതും നെറ്റിയിൽ കുറിയൊക്കെ ഉണ്ട്, കയ്യിൽ പ്രസാദവും ഉണ്ട്. നൗഷിദ് ഒന്നും മിണ്ടുന്നില്ല. കാരണം മനസ്സിലായി ഇവൾ അമ്പലത്തിൽ പോയെന്നും. എന്നാൽ ഇന്ന് അമ്പലത്തിൽ പോയിരുന്നുവെന്ന് ഇവളായിട്ട് തന്നെ അയാളോട് പറയുകയും ചെയ്തു. നൗഷിദ് ആ പ്രസാദം തൊട്ടില്ല. ഇവർ തമ്മിൽ അന്ന് ഒരുമിക്കാൻ ശ്രമിച്ചെങ്കിലും നൗഷിദിന് പഴയ അതേ അവസ്ഥയാണ്. സകല നിയന്ത്രണവും പോയ രേഷ്മ അന്ന് വായി തോന്നിയതൊക്കെ അവനെ വിളിച്ചു വരി പറഞ്ഞു. അത് കുറച്ച് കടുപ്പത്തിലായിരുന്നു. പോരാത്തതിന് ഒടുക്കത്ത കളിയാക്കലും. നൗഷിദിന് അധികം ഒന്നും ഇതിൽ റിയാക്ട് ചെയ്യാനും പറ്റുന്നില്ല. അയാൾ ഒന്നും മിണ്ടിയില്ല. അന്ന് രേഷ്മ ആ മുറിയിൽ തന്നെ ഇരിക്കുകയാണ്. നൗഷിദ് ഉറങ്ങാനും കിടന്നു. ഉറക്കത്തിനിടയിൽ എപ്പോഴോ ഉണർന്നു നോക്കിയ അയാൾ ആ മുറിയിലെങ്ങും രേഷ്മയെ കണ്ടില്ല. അവൾ കയ്യിലൊരു ബാഗും കൊണ്ടാണ് വന്നത്. ആ ബാഗും അവിടെ ഇല്ല. അതിനർത്ഥം അവൾ എപ്പോഴോ അവിടുന്ന് പോയി കഴിഞ്ഞു. അപ്പോഴാണ് നൗഷിദിന് ആ ഒരു മൊബൈൽ ക്യാമറ ഓണാക്കി വെച്ചത് ഓർമ്മ വന്നത്. അയാൾ ആ സമയത്ത് നോക്കിയപ്പോഴും വായിൽ നിന്നും ചോര വരുന്നുണ്ട്. ഉടൻ തന്നെ ക്യാമറ പരിശോധിക്കുകയാണ് നൗഷിദ്. അതിൽ അയാൾ കണ്ട ഒരു കാര്യം, രേഷ്മ വരുന്നു, അതിനുശേഷം ഇവർ തമ്മിൽ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. എന്നിട്ട് അയാൾ ഉറങ്ങാൻ കിടന്നു. ആ സമയത്ത് രേഷ്മ അവിടെ ഒരു മൂലയിൽ കസേരയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് നൗഷിദ് ഉറങ്ങിയോ എന്ന് നോക്കാനായിട്ട് ഈ രേഷ്മ അടുത്ത് വന്ന് നോക്കുകയാണ്. അതിനുശേഷം അവൾ ആർക്കോ ആ കസേരയിൽ തിരിച്ചു പോയിരുന്നു ഫോൺ ചെയ്യുകയാണ്. അതിൽ നൗഷിദിൻ്റെ കുറവുകളെപ്പറ്റി കളിയാക്കിയാണ് പറയുന്നത്. എന്നിട്ട് അവൾ ഈ ബാഗും എടുത്ത് മുറി വിട്ട് പുറത്തു പോവുകയും ചെയ്തു. ഇതാണ് അയാൾ ആ ഒരു ദൃശ്യത്തിൽ കണ്ടത്. നൗഷിദിന് ആകെ ഭ്രാന്ത് പിടിച്ച പോലെയായി. തൻ്റെ കുറവുകൾ പുറത്തുള്ളവരോട് പറഞ്ഞത് ഈ രേഷ്മ തന്നെന്ന് അവൻ അതോടെ ഉറപ്പിച്ചു. മാത്രമല്ല അയാളിൽ വേറൊരു ചില കാര്യങ്ങളും തോന്നുകയാണ്. അതിങ്ങനെയാണ്. ഇവൾ അന്ന് മരുന്ന് കുത്തിവെച്ച ശേഷമാണ് ഞാൻ ചോര തുപ്പാൻ തുടങ്ങിയത്. ഇവൾ അമ്പലത്തിൽ പോയി കൂടോത്രം ചെയ്തുകൊണ്ട് വന്ന ശേഷമാണ് തനിക്ക് ഈ സെക്ഷലി ഉള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. പണ്ടിങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്നിട്ട് അവൾ എന്നെ തന്നെ നോക്കി ശേഷിയില്ലാത്തവനെന്ന് കളിയാക്കുന്നു. അയാൾ രേഷ്മയ്ക്ക് ഒരു ഉഗ്രം പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. 2023 ഓഗസ്റ്റ് 10, അതൊരു ബുധനാഴ്ചയാണ്. നൗഷിദ് ഭയങ്കര പ്രതീക്ഷയോടെ രേഷ്മയെ അതേ റൂമിൽ എല്ലാം ഓക്കെയാണ്, പെട്ടെന്ന് വാന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിക്കുകയാണ്. രേഷ്മയാണെങ്കിൽ തുള്ളിച്ചാടി അന്ന് അവിടെ എത്തി. അവൾ അകത്തോട്ട് കയറിയതും അവൻ ആ വാതിലങ്ങ് അടച്ചു. പിന്നെ തിരിഞ്ഞു നോക്കണ രേഷ്മ കാണുന്നത് നൗഷിദിൻ്റെ മറ്റൊരു മുഖമാണ്. അവൻ പറഞ്ഞു, നീ എന്നെ കൂടോത്രം ചെയ്ത് എൻ്റെ എല്ലാം നശിപ്പിച്ചിട്ട് കളിയാക്കും അല്ലേടി, നീ എന്നെ നാണം കെടുത്തു അല്ലേടി എന്നും പറഞ്ഞ് ചറ പറന്ന് അവളുടെ മുഖത്തൊക്കെ ഇവ അടിക്കുകയാണ്. രേഷ്മയ്ക്ക് ഒന്നും പിടികിട്ടിയില്ല. അവൾ കരഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് നൗഷിദിൻ്റെ കാല് പിടിച്ചു പറഞ്ഞു. അവനാണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല. അവൻ ആകെ കലിയേറി നിൽക്കുകയാണ്. മർദ്ദനം തന്നെയാണ് പിന്നെ അവിടെ. ഏകദേശം 10 മണിക്കൂറുകളോളം ഈ രേഷ്മയെ ആ മുറിയിലിട്ട് അവൻ കൊല ചെയ്തു. ശരിക്കു പറഞ്ഞാൽ അവൾ ഇതിലൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, ഇവൻ്റെ തോന്നലാണ് ഈ പീഡനങ്ങളൊക്കെ. എന്നിട്ട് ഇവൻ ഈ മൊബൈലിൽ പിടിക്കുകയാണ്. ഒടുവിൽ അടിയൊക്കെ കൊണ്ട് അവശയായ രേഷ്മ തൊഴുതുകൊണ്ട് പറഞ്ഞു, ഇതിലും ഭേദം എന്നെ നിങ്ങളങ്ങ് കൊന്നുകളായെന്നും. അത് തന്നെ ഐഡിയ എന്ന് അവൻ ചിന്തിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. കത്തി എടുത്തുകൊണ്ടൊന്ന് ചറ പറ എന്ന് കുത്തലോട് കുത്തലാണ് അവളെ ദേഹം മൊത്തം. 20 കുത്തി കീറിക്കളഞ്ഞു. വിളിയും ബഹളമൊക്കെ അവിടുത്തെ ജീവനക്കാർ പുറത്ത് കേൾക്കുന്നത്. അപ്പോൾ അവരൊക്കെ തന്നെ പോലീസിനെ വിളിച്ചറിയിച്ചു. പോലീസ് അവിടെ എത്തി. പോലീസ് എത്തുമ്പോൾ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന രേഷ്മയെ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ ആ കത്തിയും അവിടെ തറയിലിട്ടിട്ട് നിൽക്കുന്ന നൗഷിദിനെയും കാണുന്നുണ്ട്. അവൻ എങ്ങും രക്ഷപ്പെടാനൊന്നും ശ്രമിച്ചിട്ടില്ല. നൗഷിദിനെ പോലീസ് പിടിച്ചു. എന്നിട്ട് ഈ പോലീസിന് മുന്നിൽ നൗഷിദ് പിന്നെ കാട്ടിയതൊക്കെ താനൊരു മാനസിക രോഗിയാണെന്ന് കാണിക്കാനുള്ള നമ്പറുകളൊക്കെ ആയിരുന്നു. എന്തായാലും പോലീസ് തട്ടി അകത്താക്കി.
പിന്നീട് തനിക്ക് എതിരെ ഇവള് കൂടോത്രം ചെയ്തുവെന്നും തൻ്റെ ചില കുറവുകളൊക്കെ ഇവള് പുറത്തു പറഞ്ഞ് തന്നെ നാണം കെടുത്തിയെന്നും അതിലുള്ള ദേഷ്യമാണ് താൻ തീർത്തതെന്നും പോലീസിനോട് നൗഷിദ് പറയുകയുണ്ടായി. ശരിക്കു പറഞ്ഞാൽ ഇതിൽ സംഭവിച്ചത് രേഷ്മ മരിക്കുകയും ചെയ്തു, നൗഷിദ് അകത്താവുകയും ചെയ്തു. രവിയും തങ്കമ്മയ്ക്കും ആരുമില്ലാത്ത അവസ്ഥ, അതായത് മകളെ നഷ്ടപ്പെട്ട ഒരു മാതാപിതാക്കളായി അവരാ ദുഃഖവും സഹിച്ച് ഇന്നും ജീവിക്കുന്നു. ഈ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു